ഭാർഗവി ആന്റി നമ്മുടെ വീട്ടിൽ അംഗം അല്ലെന്നാണ് അമ്മ പറയുന്നത്. അയ്യോ മോളെ, അത് പ്രഭകുഞ്ഞ് സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞു പോയതല്ലേ. അതിലെനിക്ക് ഒട്ടും വിഷമമില്ല. വേറെ ആരും വിഷമിക്കണ്ട. ഇവിടെ വിഷമങ്ങൾ ചുമക്കാൻ ഇപ്പൊ ഞാനുണ്ടല്ലോ. അമ്മ എന്ത് വിഷമിക്കുന്നാ പറയുന്നേ? അമ്മ കാരണം ബാക്കിയുള്ളവർക്കാ വിഷമം. ദേവിക ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു പറഞ്ഞപ്പോ കൂടെ പോവാൻ തയ്യാറായ ആന്റിയോട് നന്ദി പറയല്ലേ വേണ്ടത്. നിർത്തടി നിന്റെ പ്രസംഗം. ഞാനാണോ പ്രസംഗിക്കുന്നത്? അമ്മയല്ലേ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കുഞ്ഞേ, വേണ്ട കുഞ്ഞെ, രജനി മോളെ തല്ലരുത്. ആന്റി മാറിക്കേ. അമ്മ പഴയ മാടമ്പിയാ. അടിയാളന്മാരെ തല്ലിയാലല്ലേ അധികാരിയാണെന്ന് അറിയിക്കാൻ പറ്റൂ. എടി നിന്നെ ഞാൻ കുഞ്ഞ് വേണ്ട, പെൺകുട്ടികളെ ഇങ്ങനെ തല്ലരുത്. നീ എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയോ? ഇതെന്തൊരു വിധിയാ. ഞാനിപ്പോ ഇവിടെ ആരുമല്ലാതായി മാറി. ജോലിക്കാരി പോലും എന്നെ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, തല്ലണെങ്കിൽ തല്ലിക്കോ. പാവ രജനി മോള്, ഉള്ളിലെ തീ എത്രയാണെന്ന് എനിക്കറിയാം. അതിനെങ്ങനെ വഴക്ക് പറയാൻ തോന്നണം കുഞ്ഞെ? കുടുംബജീവിതത്തിന്റെ ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ടോ രജനി മോൾക്ക്? എല്ലാം സഹിച്ച് ജീവിക്കുന്നതേ ഉള്ളൂ. ഒരു പരാതിയും പറയാതെ. ഓർക്കുമ്പോ തന്നെ എനിക്ക് കരച്ചിൽ വരുന്നു. വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ നിന്നു തരുമോ? ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല, കുഞ്ഞിനെ കരുതി വേണ്ടെന്ന് വെച്ചു. കുഞ്ഞ് കണ്ടുപിടിച്ച ആള് ഈ മോൾക്ക് സമാധാനം കൊടുത്തിട്ടുണ്ടോ? എന്നിട്ടും ജീവിക്കില്ലേ ഇവിടെ? ആർക്കു വേണ്ടി? രജനി മോളെ തല്ലരുത്. പാവല്ലേ അവള്. മോളെ മോളെ ഒരു ദേഷ്യത്തില് ഞാൻ അമ്മ എന്നോട് ദേഷ്യം കാണിച്ചു. സാരമില്ല, പക്ഷെ ദേവിക്ക് വിഷമിപ്പിക്കരുത്. അവള് ജീവിച്ചോട്ടെ അമ്മേ. നമ്മുടെ നന്ദന്റെ പെണ്ണല്ലേ, എന്തിനാ ഇങ്ങനെ അവളോട്?
വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. നാളെ പോകുമ്പോ ആന്റി ദേവിക്ക് നല്ലോണം ശ്രദ്ധിച്ചോണം. അപകടം നിറഞ്ഞ സ്ഥലം. ഒന്നും പേടിക്കണ്ട മോളെ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ പുലർച്ചെ വരാം. നന്ദ, എന്റെ കൂടെ ആശ്രമത്തിലേക്ക് വരാൻ പറ്റുമോ നിനക്ക്? ഇപ്പോ ഈ നിമിഷം പോണം. ആശ്രമത്തിലെ സ്വാമിയെയും വലിയ തിരുമേനിയൊക്കെ കണ്ട് കാര്യം ചോദിക്കണം. പറ, കൂടെ വരാൻ പറ്റുമോ നിനക്ക്? പറ്റില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവാം. കൂടെ വരാൻ പറ്റുമെന്നോ? നീ വന്നില്ലെങ്കിലും ഞാനൊന്ന് പോകാൻ വേണ്ടി ഇരിക്കുക. ഇപ്പൊ തന്നെ പോ, നീ വണ്ടി എടുക്ക. ഉമ്മേ, നീ വണ്ടിയുടെ താക്കോലിങ് എടുക്ക. വേണ്ട മോനെ, നിങ്ങൾ ഇനി അങ്ങോട്ട് പോണ്ട. അമ്മേ, ഇതങ്ങനെ വിടാൻ പറ്റില്ല. ഒരു പാവം പെൺകുട്ടിയെ ഈ കടുവയും കരടിയും ഒക്കെ ഉള്ള കാട്ടിലേക്ക് പറഞ്ഞയക്കാൻ അവർക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇത് ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം. നീങ്ങ വാ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ബ്രഹ്മദത്തൻ തിരുമേനി പ്രത്യേകമായിട്ട് പറഞ്ഞേൽപ്പിച്ച ആ സ്വാമിയെ അയച്ചത്. അതില് ഗൗരവം നമ്മൾ കാണണം. ദേവികയെ കൊടുങ്കാട്ടില് ഭജനത്തിന് അയക്കുന്നവരെയാണോ സ്വാമിമാരെന്ന് വിളിക്കുന്നത്? എത്രയോ നല്ല സ്വാമിമാരും പുരോഹിതന്മാരും നമുക്കുണ്ട്. അതിനിടയില് ഇതുപോലുള്ള കുറെ കള്ള നാണയങ്ങള്. മുരളി, ഞാൻ പറയണതൊന്ന് കേക്ക്. ആന്റി, ഞാൻ എന്തായാലും പോയി ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ശരി, പോകുന്നൊക്കെ കൊള്ളാം. പക്ഷേ ദേവിക മോളോടും കൂടി അനുവാദം വാങ്ങിച്ചിട്ട് വേണം ആശ്രമത്തിലേക്ക് പോകാൻ. ദേവിയോട് ചോദിച്ച പോകാൻ സമ്മതിക്കുമെന്ന് ആന്റി കരുതുന്നുണ്ടോ? ഇല്ലല്ലോ. ദേവിക മോളെ സമ്മതിക്കില്ലെന്ന് സമ്മതിച്ചല്ലോ. ദേവിക മോള് സമ്മതിക്കില്ല. കാരണം ഈ പൂജയും ഭജനയൊക്കെ ആവശ്യമുള്ളത് ദേവിക മോൾക്ക് മാത്രം. ദേവിക മോൾ ഉദ്ദേശിക്കുന്ന പോലെ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മാനസിക നില തന്നെ ചിലപ്പോ തെറ്റിപ്പോകും. പിന്നീട് അതിനെ വല്ല ആശുപത്രിയിൽ കൊണ്ടുപോണ്ടി വരും. അതിന് സമ്മതാണെങ്കിൽ നിങ്ങൾ ആശ്രമത്തിൽ പോയി തിരുമേനിമാരെ ചോദ്യം ചെയ്യേ. മുരളിയേട്ടാ, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നന്ദ, ദേവികയുടെ മനസ്സാകെ നില തെറ്റി നിൽക്കുവോ? ആകെ ഒരു പിടിവള്ളി ഇപ്പോ ആ വ്രതവും പൂജയൊക്കെ ആയിരിക്കും. അതിനും തടസ്സം വന്നാ അതും ജാതകദോഷമാണെന്ന് ദേവിക കരുതും. എന്നാ പിന്നെ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. കാട്ടിലോ മേട്ടിലോ എവിടെയാണെന്ന് വെച്ചാ പൊയ്ക്കോട്ടെ. കഷ്ടം. ഇങ്ങനെ ജാതകം പരിശോധിച്ച് കാട്ടിൽ അയക്കുന്നതിനേക്കാളും നല്ലത് പ്രഭയാന്റി ചെയ്യേണ്ടതേ കൊട്ടേഷൻ കൊടുക്കലായിരുന്നു. ആ ദേവിയെ കൊല്ലാൻ ഏതെങ്കിലും ഗുണ്ടകൾക്ക് കാശ് കൊടുക്കായിരുന്നു വേണ്ടത്. എടാ മുരളി, എടാ, പറഞ്ഞു എന്ത് പറയാന്ന് വിചാരിക്കില്ല നീ. പിന്നല്ലാതെ കൊടുങ്കാട്ടില് കാട്ടുമുത്തപ്പനെ കാണാൻ മരുമോൾ അയക്കാൻ സമ്മതിക്കുക. ബോധമുള്ള ഏതെങ്കിലും അമ്മായിയമ്മമാരെ അനുവദിക്കോ?
എടാ ആദ്യം പ്രഭകുഞ്ഞ് എതിർത്തതാ. പ്രഭകുഞ്ഞ് പോകാന്നും പറഞ്ഞു. ആ സ്വാമി അത് തടഞ്ഞു. അതുകൊണ്ട് ഗുണമുണ്ടാവില്ല എന്ന് പറഞ്ഞു. ദേവിയോടുള്ള അമ്മയുടെ രീതികൾ അംഗീകരിക്കാൻ പറ്റില്ല. അത് ശരി തന്നെ. പക്ഷേ ഇത്രയും ക്രൂരത അമ്മ ഒരിക്കലും ചിന്തിക്കില്ല. എന്താ, ഞാൻ വ്യക്തമായ ഒരു കാര്യം പറയാം. പ്രഭയാന്റി തലചുറ്റി വീണ് ആശുപത്രിയിലായത് തൊട്ട് ഇങ്ങോട്ട് നടന്ന ഓരോ സംഭവങ്ങളിലും എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. വലിയ എന്തോ ദുരൂഹത ഒളിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തിരുമേനി പറയുന്നത് ദേവി അനുസരിക്കല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യും? മോനെ, നാളത്തെ യാത്ര ഒരു തീർത്ഥാടനം പോലെ കരുതിയാ മതി. കരുതിക്കോ. തീർത്ഥാടനമെന്നോ ദേശാടനമെന്നോ എന്ത് വേണമെങ്കിലും കരുതിക്കോ. എന്താ, എന്റെ അമ്മയാ നിന്റെ ഭാര്യയ്ക്ക് കൂട്ടുപോകുന്നത്. ഒരാപത്തിലേക്ക് പോകാതെ എന്റെ അമ്മയെ തടയാൻ എനിക്ക് അവകാശമുണ്ട്. പക്ഷേ ഇപ്പോ ഞാനത് ചെയ്യുന്നില്ല. ആ പാവം പെണ്ണിനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. അതുകൊണ്ട് മാത്രം. മോനെ, എല്ലാം നല്ലതിനായിരിക്കും. മോൻ വിഷമൊന്നും വിചാരിക്കണ്ട. മോൻ ചെല്ല്. ഈശ്വര, എന്ത് വിധിയായി മക്കൾക്ക്. അങ്ങനെയല്ല, ഞാൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നീങ്ങണം. ഇതത്ര നിസ്സാരമായിട്ട് എടുക്കണ്ട. എന്റെ ലൈഫിൽ ഇതുപോലെ ഒരു സങ്കടം ആദ്യമായിട്ടാ. ശരി, നിങ്ങൾ പറയും, ഞാൻ കേൾക്കാം. ഓക്കെ, ഡൺ. അങ്ങനെ ചെയ്യാം. നന്ദ, ഒന്നിങ്ങോട്ട് വരൂ. നിനക്കെന്താ ഒരു ദേഷ്യം? നീ എന്താ ഒന്നും സംസാരിക്കാതെ പോകുന്നത്? പിന്നെ സംസാരിക്കാനും സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത്. നീ പറയുന്നത് ശരിയാ. ഇപ്പം നടക്കുന്നത് സന്തോഷമുള്ള കാര്യങ്ങളല്ല. പക്ഷെ സന്തോഷം വരും. അതിനാ ഞാൻ ശ്രമിക്കുന്നത്. എന്റെ ഭാര്യ ഏതെങ്കിലും കാട്ടി പറഞ്ഞയച്ചിട്ടല്ല ഈ വീട്ടിൽ സന്തോഷം വരുത്തേണ്ടത്. നന്ദാ, നീ ജാതകദോഷം, പൗർണമി, തിരുമേനി, ഇതൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല. എന്റെ കൂടി തെറ്റാ. ചിന്നാർ മുടിയിലേക്ക് അയക്കണമെന്ന് നിർദ്ദേശം വന്നപ്പോ ഞാൻ ശക്തമായി എതിർക്കണമായിരുന്നു. ഓഹോ, അപ്പൊ ഞാൻ ബുദ്ധിമുട്ടി ഓരോന്ന് ചെയ്യുന്നതൊക്കെ വെറുതെയാണല്ലേ? അല്ല, വെറുതെ ചെയ്യല്ല. എന്തോ ഉദ്ദേശത്തോടെ തന്നെ അമ്മ ചെയ്യുന്നത്.
അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ ദേവി എന്നിൽ നിന്ന് അകറ്റുക, അതാ അമ്മയുടെ ലക്ഷ്യം. ദേവിക, ഇവിടെ വാ. ദാ, കണ്ടില്ലേ, ഇവിടെ വാ എന്ന് പറയുന്നത് തന്നെ ഏതോ ചക്രവർത്തി ഉത്തരവിടുന്ന പോലെയാണ്. സൗമ്യമായി ഇവിടെ വരൂന്ന് പറയാൻ അമ്മയ്ക്ക് മനസ്സ് വരുന്നില്ല. മറ്റുള്ളവരോട് ഒരു പുച്ഛമാണ് അമ്മ സംസാരിക്കുമ്പോ കാണുന്നത്. ഇങ്ങനെ ഞാൻ ശീലിച്ചിട്ടുള്ളൂ, അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ദേവിക, നിന്റെ ഭർത്താവ് പറയുന്നു നിന്നെ അവനിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതെന്ന്. ദേവി, ഇവിടെ നീ ചെയ്യുന്ന വ്രതങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ നീ ചെയ്യുന്നത്? അല്ല, പിന്നെ 100% എന്റെ ഇഷ്ടത്തിന്. അതിൽ മറ്റാർക്കും പങ്കില്ല. മറ്റാരെയും വെറുതെ കുറ്റപ്പെടുത്തുകയും വേണ്ട. ദയവായി നന്ദു ഇതിന്റെ പേരിൽ ആന്റിയെയോ മറ്റാരെയെങ്കിലോ വിഷമിപ്പിക്കരുത്. അങ്ങനെ വന്നാ ഞാൻ എടുക്കുന്ന വ്രതത്തിനായിരിക്കും കുറവ് വരിക. നന്ദു, ഞാൻ ഈശ്വരൻ സാക്ഷിയായിട്ട് പറയുന്നു, ആരുടെയും പ്രേരണ കൊണ്ടല്ല, എന്റെ മാത്രം തീരുമാനത്തിലാ ഞാൻ ഈ വ്രതം നോക്കുന്നതും കാട്ടുമുത്തപ്പൻ കോവിലിൽ പോകുന്നതും. അവൾ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഇപ്പൊ എന്ത് പറയുന്നു? ദേവിയുടേത് നിഷ്കളങ്കമായ മനസ്സാ, അധികാർക്കുമില്ല. അതേ ഇപ്പൊ പറയാനുള്ളൂ. എല്ലാരിലും നന്മ മാത്രമേ അവൾ കാണുന്നുള്ളൂ. അവളെ ദ്രോഹിക്കുന്നവർക്ക് പോലും നല്ലത് വരണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുള്ളൂ. മാസത്തെ വാടക കിട്ടില്ലായിരുന്നു അമ്മേ. വിശ്വംഭരൻ സാറാ വിളിച്ചേ. വാടകക്കാരി ഓർമ്മിപ്പിക്കാനെന്നാ പറഞ്ഞേ. ദേവിക എല്ലാ മാസവും കൃത്യമായിട്ട് വാടക ഇടുന്നതല്ലേ? ഈ മാസം എന്തു പറ്റിയതാവും? ആ വീട്ടിലെ കാര്യങ്ങൾ അഥവാ തെറ്റിയാലും ഇവിടുത്തെ കാര്യങ്ങൾ നന്ദമ്മ മുടക്കില്ല. ഇതിപ്പോ രണ്ടുപേരും മറന്നുപോയതാ, ഉറപ്പാ. ഒന്ന് ചോദിച്ചാലോ അമ്മേ? ഞാൻ ചേച്ചി വിളിക്കട്ടെ? ഏയ്, ഒന്നും വേണ്ട. ആകെ താളം തെറ്റിയ അവസ്ഥയിലാ മോള്. അതൊക്കെ കൂടിയാ അവര് വാടകക്കാരെ മറന്നുപോയതാ. അവരിത്രയും വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോ നമ്മള് നമ്മുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നോ? ഒന്നും വേണ്ട. നമ്മുടെ വീടിന്റെ കാര്യമൊക്കെ വൈകാതെ ശരിയാവും തോന്നുന്നു. നമ്മുടെ വീടോ? അത് കാർത്തികേയന്റെ കയ്യിലല്ലേ? അവനത് വിട്ടുതരുമെന്ന് തോന്നുന്നുണ്ടോ? പ്രതീക്ഷ കൈവിട്ടാ പിന്നെ ജീവിതം തീർന്നില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അതൊക്കെ നടക്കാത്ത കാര്യാച്ചാ. ഇനി നമുക്ക് ആ വീട് വേണ്ട. അതിന്റെ പേരിൽ കാർത്തികേയനെ കാണാനും നിൽക്കണ്ട. അവള് പറഞ്ഞ നേരാ. അങ്ങനെയല്ല രാധികെ, നമുക്ക് അവകാശപ്പെട്ട വീടാണത്. കാർത്തികേയന്റെ മനസ്സ് മാറി അത് നമ്മളെ ഏൽപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ കിട്ടിയാൽ നമ്മളത് സ്വീകരിക്കണം.
നാളെ രാവിലെ കാട്ടുമുത്തപ്പന്റെ അമ്പലത്തിൽ പോവാ. ഞാൻ കാരണം ഉണ്ടായ ദോഷങ്ങളെല്ലാം മാറണം. പിന്നെ അച്ഛന്റെ അസുഖവും ഇവിടെയുള്ള എല്ലാ വിഷമങ്ങളും എന്റെ ജാതകദോഷത്തിന്റെ അല്ലേ? നന്ദുവിന് ഒരാപത്തും സംഭവിക്കാതെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. ഞാൻ അത്രയും ദൂരത്തേക്ക് പോകുന്നതുകൊണ്ട് അച്ഛന് പേടിയോ വിഷമോ വേണ്ട. പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഭജന പൂർത്തിയാക്കി മടങ്ങി വരും. നന്ദുവിന്റെ വിഷമം എനിക്കറിയാം. ഞാൻ മടങ്ങി വന്ന് പൗർണമി കഴിയുമ്പോ എല്ലാം ശരിയാവും അച്ഛാ. പോയി വരാച്ച. ഞാൻ നാളെ പുലർച്ചയ്ക്ക് ഇറങ്ങും.